കൊച്ചിയിലെ ഫ്ളാറ്റുകളിൽ നടക്കുന്നതെന്താണ്? കണ്ണൂരിലെ ശവക്കല്ലറയിലെ രഹസ്യവും എമ്പുരാനിലെ ലൂസിഫറും. കണ്ണൂർ വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് പള്ളിയിലെ കല്ലറകളിൽ ഒന്നിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ചാക്കുകെട്ട്. അത് തുറന്ന പോലീസും നാട്ടുകാരും ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചു. അതിനുള്ളിൽ ഒരു മനുഷ്യന്റെ ജീർണിച്ച ജഡം. ആ കല്ലറയ്ക്ക് മുകളിൽ വിചിത്രമായ ചില അടയാളങ്ങൾ. ഇത് വെറുമൊരു കൊലപാതകമാണോ, അതോ കേരളത്തിന്റെ മണ്ണിലേക്ക് പടരുന്ന ഭീതിജനകമായ ഒരു നിഗൂഢ ആചാരത്തിന്റെ ലക്ഷണമാണോ? കൊച്ചി കാക്കനാട്ടെ ആഡംബര ഫ്ളാറ്റുകളുടെ അടച്ചിട്ട മുറികളിൽ അർദ്ധരാത്രികളിൽ എന്താണ് സംഭവിക്കുന്നത്? മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ എമ്പുരാൻ പോസ്റ്ററുകളിൽ കാണുന്ന ആ തലതിരിഞ്ഞ കുരിശിന് പിന്നിലെ അർത്ഥം എന്താണ്? ലൂസിഫർ ആരാധനയുടെയും ചെകുത്താൻ സേവയുടെയും കേരളത്തിലെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കണ്ണൂരിലെ വാണിയപ്പാറ പള്ളിയിലെ കുഴിമാടത്തിൽ ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ ജഡം കണ്ടെത്തിയ സംഭവം വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. സാധാരണ കൊലപാതകങ്ങളിൽ പ്രതികൾ മൃതദേഹം ആരുമില്ലാത്ത കാട്ടിലോ പുഴയിലോ തള്ളാനാണ് ശ്രമിക്കുക. എന്നാൽ എന്തുകൊണ്ടൊരു പള്ളിയുടെ സെമിത്തേരി? എന്തുകൊണ്ടൊരു ശവക്കല്ലറയുടെ മുകളിൽ? ഇവിടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും സാത്താൻ സേവ അഥവാ ചെകുത്താൻ സേവയുടെ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നത്. കാരണം ഇത്തരം ഡാർക്ക് കൾട്ടുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങൾ നടക്കുന്നത് അർദ്ധരാത്രികളിൽ ശ്മശാനങ്ങളിലോ വിജനമായ പള്ളികളിലോ ആണ്. മരിച്ചവരുടെ ആത്മാക്കളെ പ്രകോപിപ്പിക്കാനും മതവിശ്വാസങ്ങളെ വെല്ലുവിളിക്കാനും ഇവർ തിരഞ്ഞെടുക്കുന്നത് ഇത്തരം വിശുദ്ധമായ ഇടങ്ങളാണ്. ഇത് വടക്കൻ കേരളത്തിലെ മാത്രം കഥയല്ല. നമ്മുടെ കൊച്ചിയിലേക്ക് വരാം. IT ഹബ്ബായ കാക്കനാടും ഇൻഫോ പാർക്ക് പരിസരവുമെല്ലാം ഇന്ന് വലിയൊരു ചർച്ചാ കേന്ദ്രമാണ്. ആരും ആരുടെയും സ്വകാര്യതയിലേക്ക് നോക്കാത്ത വലിയ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ, കർട്ടനുകൾ വലിച്ചടച്ച ആഡംബര മുറികൾ. പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ച വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഇരുണ്ട വെബ്സൈറ്റുകളും എൻക്രിപ്റ്റ് ചെയ്ത ടെലിഗ്രാം ഗ്രൂപ്പുകളും വഴി ഇവിടെ ചില രഹസ്യ കൂട്ടായ്മകൾ രൂപപ്പെടുന്നുണ്ട്. അർദ്ധരാത്രികളിൽ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് കറുത്ത മെഴുകുതിരികൾ കത്തിച്ച് ഇവർ ഒത്തുകൂടുന്നു. പക്ഷേ ഇതിന്റെ പിന്നിലെ കൈപ്പേറിയ സത്യം എന്താണെന്നറിയാമോ? ഇത് കേവലം ഒരു അന്ധവിശ്വാസം മാത്രമല്ല. കടുത്ത വിഷാദത്തിലും മാനസിക സമ്മർദ്ദത്തിലും ഒറ്റപ്പെട്ടു കഴിയുന്ന IT ജീവനക്കാരെയും വിദ്യാർത്ഥികളെയുമാണ് ഈ മാഫിയ ലക്ഷ്യമിടുന്നത്. നീയൊരു പാപിയല്ല, നീ തന്നെയാണ് നിന്റെ ദൈവമെന്ന് പറഞ്ഞിവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു. ഏറ്റവും അപകടകരമായ കാര്യം, ഈ നിഗൂഢതയുടെ മറവിൽ നടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ LSD, MDMA പോലെയുള്ള മാരക മയക്കുമരുന്ന് കച്ചവടമാണ്. ലഹരിയുടെ പരകോടിയിൽ ഇവർക്ക് സാത്താനിക് ചിഹ്നങ്ങൾ കാണിച്ച് വിഭ്രാന്തിയിലാക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ലൂസിഫർ ആരാധന ആരാണിതിന്റെ പിന്നിൽ? 1966 അമേരിക്കക്കാരനായ അന്തോൺ ലാവേ എന്നയാളാണ് ചർച്ച് ഓഫ് സാത്താൻ സ്ഥാപിക്കുന്നത്. സാത്താനെ ഒരു ദൈവമായി ആരാധിക്കുന്നതിന് പകരം മനുഷ്യന്റെ ജന്തു സഹജമായ ആഗ്രഹങ്ങളെയും പ്രതികാര ചിന്തകളെയും ആഘോഷമാക്കുക എന്നതായിരുന്നു ഇയാളുടെ ലക്ഷ്യം. ഒടുവിൽ 1997 സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു ആശുപത്രിയിൽ വെച്ച് ഹൃദയസ്തംഭനം മൂലം ഇയാൾ മരിച്ചു. ഇവർ ഉപയോഗിക്കുന്ന അടയാളങ്ങൾ നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാകും. ഒന്നാമതായി പെൻഡഗ്രാം, തലകീഴായി 5 കോൺ നക്ഷത്രം. ഇത് ആടിന്റെ തലയെ സൂചിപ്പിക്കുന്നു. ആത്മീയതയ്ക്ക് മേൽ
ഭൗതിക സുഖങ്ങളുടെ വിജയം. രണ്ടാമതായി ബാഫോമേറ്റ്, ആടിന്റെ തലയും മനുഷ്യന്റെ ശരീരവുമുള്ള ഭീകരരൂപം. മൂന്നാമതായി 666, ബൈബിളിൽ പരാമർശിക്കുന്ന മൃഗത്തിന്റെ സംഖ്യ അഥവാ അന്തിക്രിസ്തുവിന്റെ അടയാളം. നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിലേക്ക് വരാം. പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം ലൂസിഫർ 2 എമ്പുരാൻ. ചിത്രത്തിന്റെ പോസ്റ്ററുകൾ ശ്രദ്ധിച്ചവർ ഒരു കാര്യം കണ്ടിട്ടുണ്ടാകും. ലൂസിഫർ എന്ന പേരും അതോടൊപ്പം ഒരു തല തിരിഞ്ഞ കുരിശും. എന്താണ് സിനിമയിൽ ഇത് കാണിക്കുന്നത്? യഥാർത്ഥ ചിത്രത്തിൽ ഇത് വിശുദ്ധ പത്രോസിന്റെ കുരിശാണെങ്കിലും ആധുനിക പോപ്പ് സംസ്കാരത്തിലും സിനിമകളിലും ഇത് വ്യവസ്ഥിതിക്കെതിരെയുള്ള അല്ലെങ്കിൽ തിന്മയുടെ പ്രതീകമായാണ് ഉപയോഗിക്കുന്നത്. ലൂസിഫർ എന്ന സിനിമയുടെ 1-ാം ഭാഗത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളി പറയുന്നുണ്ട്, ഞാൻ ദൈവമല്ല, സാത്താനാണ്. അബ്രഹാമിന്റെ ദൈവമല്ല എന്ന് എമ്പുരാൻ എന്ന വാക്കിന്റെ അർത്ഥം നാഥനല്ലെങ്കിൽ തമ്പുരാൻ എന്നാണ്. എന്നാൽ ഈ പോസ്റ്ററിലെ സാത്താനിക് ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്നത് അധോലോകത്തിന്റെ കറുത്ത സാമ്രാജ്യം ഭരിക്കുന്ന, നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന, സ്വന്തം അപ്രമാദിത്യം സ്ഥാപിക്കുന്ന ഒരു ഡാർക്ക് ലൂസിഫർ ആയിരിക്കും സ്റ്റീഫൻ നെടുമ്പള്ളി എന്നാണ്. സിനിമയിലെ ഈ പ്രതീകങ്ങൾ പ്രേക്ഷകരിൽ ഒരു മിസ്റ്ററി മൂഡ് ഉണ്ടാക്കാൻ കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്നു. സിനിമകളിൽ കാണുന്ന ലൂസിഫർ ചിഹ്നങ്ങൾ നമുക്ക് ത്രിൽ തരുമായിരിക്കും. എന്നാൽ കൗതുകത്തിന്റെ പേരിൽ ഇത്തരം ചിന്തകളിലേക്ക് പോകുന്ന നമ്മുടെ നാട്ടിലെ യുവാക്കൾ ചെന്നെത്തുന്നത് വലിയ അപകടങ്ങളിലേക്കാണ്. നന്ദൻകോട് കൊലക്കേസിലെ കേഡൽ ജീൻസണും അരുണാചലിൽ പോയി ജീവനൊടുക്കിയ മലയാളി ദമ്പതികളും നമുക്ക് മുന്നിലെ മുന്നറിയിപ്പുകളാണ്. അന്ധകാരത്തിലേക്കല്ല, വെളിച്ചത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. കണ്ണൂരിലെ ശവക്കല്ലറയ്ക്ക് പിന്നിലെ സത്യവും കൊച്ചിയിലെ ഫ്ളാറ്റുകളിലെ ലഹരി മാഫിയയും പോലീസ് ഉടൻ തന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് പ്രത്യാശിക്കാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റീവ് വീഡിയോകൾക്കായി ഇന്ത്യ ലൈവ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.